ഹായ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മഴക്കോൾ വരുന്നു. അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാണ് വന്നത്. കാരണം എനിക്ക് കാന്താരി മുളക് 3-4 ടൈപ്പ് ഉണ്ട്. അപ്പോൾ ആ മുളകും പിന്നെ പയറും പേരയ്ക്കയും എല്ലാത്തിനെയും കുറിച്ചൊരു ചെറിയ വിശേഷം പങ്കുവെക്കാമെന്ന് പറഞ്ഞാണ് വന്നത്. ഓക്കെ, ഇതിനകത്ത് ഈ ഒരു മുളകേ ഉള്ളൂ, പാവം. ഒന്നല്ല, രണ്ടുണ്ടായിരുന്നു, ഒരെണ്ണം ഞാൻ എടുത്തു, കായ്ച്ചു വരുന്നുണ്ട്. പിന്നെ കണ്ടോ ഗൈസ്, ഇതിൻ്റെ പേര് ഞാൻ എപ്പോഴും അങ്ങ് വിട്ടുപോകും കേട്ടോ, എന്തിനാണെന്നറിയത്തില്ല. പിന്നെ വേണ്ട, വേറൊരു മുളക് കൂടെ പഴുത്ത് ഇപ്പോൾ ഉണ്ട്, വേണ്ട കുഞ്ഞാണ്. ഇത് താമരയായിരുന്നു, അത് എങ്ങോട്ട് പോയെന്ന് പോലും അറിയാമോ. ഇത് താമരയാണ്. പിന്നെ ആമ്പൽ നമ്മൾ മേടിച്ച് വെച്ചതാണ്ട് പൂ വിരിഞ്ഞു. ഇത് പാൽക്കാന്താരി. പിന്നെ ഇതിനകത്ത് നിത്യവഴുതനയുണ്ട് കേട്ടോ. എല്ലായിടും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഇവിടെ നിത്യവഴുതന എന്നാണ് പറയുന്നത്. ഈ സാധനം നിത്യവഴുതന എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ അവിടെ എന്ത് പേരാണ് ഇതിന് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ഇടുക. ഓക്കെ, നിത്യവഴുതനയുണ്ട്. ആപ്പിൾ പേരയാണ് ഇത് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീട്ടിലെ ആപ്പിൾ പേര, അതായത് ആപ്പിളിനെ കണക്കിരിക്കുന്നുണ്ടോ, ഒരു ഇച്ചിരി കൂടെ വലുതാവത്തുള്ളൂ. ഇത് നല്ല റോസ് കളറാണ്. അപ്പോൾ കണ്ടോ, മഴക്കോള്, ഭയങ്കര കോള്. മഴയായതുകൊണ്ട് ഇവിടെ ഒന്നും വൃത്തിയാക്കാൻ പറ്റിയില്ല ഗൈസ്. അങ്ങനെ ഞാനിതാ ഇത് നമ്മുടെ വലിയ പേരയ്ക്കാണ്, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമല്ലോ. ഞാനിത് മേടിച്ച് വെച്ചതാണ്. ആയില്ല, ആകട്ടെ, അപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. പിന്നെ എനിക്ക് നിങ്ങളോട് നമ്മുടെ മഞ്ഞ റോസയിൽ മുട്ട് വന്നു കേട്ടോ. നാളെയൊക്കെ നല്ല വിരിഞ്ഞ് നിൽക്കുമായിരിക്കും. അപ്പം ഞാൻ നിങ്ങളെ നാളെ അതിൻ്റെ ഫോട്ടോ കാണിക്കാം. ഓക്കെ, ഇത് കണ്ട നല്ല മുട്ടൻ കാന്താരിയാണ്. നല്ല മുട്ടൻ കാന്താരി ഇതുണ്ട, നല്ല കാന്താരി മുളകാണ്. അതിൻ്റെ കൂടെ കൊതുകുണ്ട് കേട്ടോ, ഭയങ്കര കൊതുവാണ് ഇവിടെ. അപ്പം നമുക്ക് വാളരിപ്പയർ പൂത്തൊക്കെ നിൽപ്പുണ്ട്, വള്ളിയൊന്നും കെട്ടിയില്ല. ഇത് കണ്ട വാളരി പയർ പൂത്ത് ഒരു കായിനകത്ത് നിൽപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഇതങ്ങ് വലിയ വീതിയുള്ള കായാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ. ഇത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് വെട്ടിക്കളയും കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇവർ ആരും പച്ചക്കറി അങ്ങനെ ഉണ്ടാ, ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇത് തീരെ പൊടി കാന്താരിയാണ്, കുഞ്ഞ് കാന്താരി. ഇത് കണ്ട ചെറിയ കാന്താരിയാണ്. പിന്നെ ഞാൻ ഗൈസ് ഇതിനിടയ്ക്ക് എനിക്ക് നമ്മുടെ സുലതിയമ്മ തന്ന ഇഞ്ചിയായിരുന്നു, ഞാനത് കൊണ്ടുവന്ന് നട്ട് കണ്ട പിടിച്ചു വരുന്നു. അതിനിടയ്ക്ക് ഞാൻ 5-6 ഉള്ളിയും കൂടെ കൊണ്ടുവച്ചായിരുന്നു കേട്ടോ. ഉള്ളി വേണ്ട, അതിനകത്ത് ഉള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, അത് നട്ടു. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ട ഇനിയും വന്നിപ്പുണ്ട്, ഒന്നും വിളഞ്ഞില്ല, പരുവമായി വരുന്നതേ ഉള്ളൂ. കണ്ട, ഇത് മറ്റേ നമ്മുടെ എൻ്റെ പേരെന്തോ, എൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. മറ്റേ ഞാറപ്പഴം അല്ലല്ലേ, അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഇത് വൈനൊക്കെ ഇടുന്ന ടൈപ്പാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി തൽക്കാലം, പിന്നെ ഓർമ്മപ്പെടുത്താം. ഓക്കെ, ഇതൊക്കെ തനിയെ കിളിച്ച് വരുന്ന കാന്താരികളാണ്. കണ്ട, ഇതൊക്കെ നിറച്ച് കായുണ്ട് ഉണ്ടോ ഗൈസ്. പിന്നെ കണ്ട, ഇഷ്ടംപോലെ കാന്താരി കേട്ടോ. ഇത് പിന്നെ നമ്മുടെ കുരുമുളകാണ്. ഇവിടെ മഴയായതുകൊണ്ടൊന്നും വൃത്തിയാക്കില്ല. പിന്നെ ഒന്നുമില്ല, നമ്മളെപ്പോഴും ഇതിനകത്തോട്ട് വരും. കുരുമുളക് വീണ്ടും പൂത്ത് തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു 1/2 കിലോയ്ക്ക് അകത്ത് വെച്ച് കിട്ടി. നിങ്ങളുടെ അവിടെയൊക്കെ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് നിങ്ങളൊന്ന് പങ്കുവെക്കുക. കൊതുകായതുകൊണ്ട് നമുക്ക് ഇറങ്ങാനൊന്നും ഒക്കത്തില്ല കേട്ടോ. പിന്നെ ഇല്ലാതില്ലാതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. നമുക്ക് വേറൊരു ആളിനെ കാണിച്ചു തരാം. ഉണ്ട്, കാണിക്കാം. ഇപ്പം ആകുമ്പോൾ ഇച്ചിരി എന്താ മധുരമൊക്കെ കാണും. അതുകൊണ്ട്
മണ്ടയ്ക്കായിപ്പോയി, ഞാൻ അതിന്നാണ് കണ്ടത് ചേട്ടാ. അതിരി വിളയാനുണ്ട്, മണ്ട വെട്ടിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. ആയതുകൊണ്ട് ഗൈസ് ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. നമുക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇച്ചിരി ഒന്ന് തോന്നിക്കും പിന്നും പോയി, ഇച്ചിരി ഒന്ന് തോന്നിക്കും പിന്നും പോയി. അങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. എവിടെയോ എന്ത് ചത്ത് കിടക്കും ഇതിനകത്ത്. കുറേയൊക്കെ ഞാൻ കണ്ടോ ഗൈസ്, കുറേയൊക്കെ ഞാൻ കെട്ടിവെച്ച്, വെച്ച് കവറിട്ടു. കാണാമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എന്തായാലും കുറേ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ ഇഷ്ടംപോലെ പേരൊക്കെ ഉണ്ട്, എന്താ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ കുറേ അങ്ങ് കിളിയൊക്കെ വന്ന് ഒത്തി തിന്ന്. അതുകൊണ്ടാ എന്താ ഞാൻ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ കൊല 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 കൊലയായാണ് പേരയ്ക്കകൾ കിടക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാണ്. പിന്നെ നമ്മളെ കയറി വരുന്ന ഗേറ്റിൻ്റെ അടുത്ത് ഒരു കാന്താരിയുണ്ട്. അവൻ ആദ്യം ഇച്ചിരി ഒന്ന് വാടിക്കളഞ്ഞൊക്കെ ഉണ്ടക്കാന്താരി. കണ്ട, ഉണ്ടക്കാന്താരിയാണ്, ഉണ്ടക്കാന്താരി. ഉണ്ടോ? നമ്മുടെ ഇവിടെ മഴ പെയ്തപ്പോൾ ഇടിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഇടിഞ്ഞ് റോഡിൽ കിടന്നെയാണ്. അപ്പം ട്യൂഷൻ ക്ലാസ്സിലെ വണ്ടി പോകേണ്ടതുകൊണ്ട് ട്യൂഷൻ ക്ലാസ്സിലെ വണ്ടി ഓടുന്ന ആ മാമൻ തന്നെ വന്ന്, മാമനും മേളത്തൊരു അണ്ണനും കൂടെ വന്ന് വാരിപ്പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം കുഞ്ഞുങ്ങൾ പോകാനുള്ളതല്ലേ, സ്കൂളിൽ പോകണം. മൊത്തം ഇടിഞ്ഞ്. ഇനി എനിക്കൊന്ന് അടുത്ത മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് താഴെ വരും. ഇതുവരെ ആരും വന്നതൊന്ന് കോരി മാറ്റുന്നതിനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല. കണ്ടോ, അതങ്ങനെ ഇടിഞ്ഞ് കിടക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥകൾ. ഇനി ഇത് കണ്ട, ഇവിടെ മൊത്തവും കാട് കയറി കിടക്കുക. സന്ധ്യയായി നമുക്ക് പേടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇഴജന്തുക്കളൊക്കെ ഉണ്ട്. അങ്ങനെയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ, സീ യു. ഓക്കേ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള മുളകിനത്തിൽപ്പെട്ട എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് തരിക. ഓക്കേ, ടാറ്റ 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 ടാറ്റ.